ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13ൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ഭാഗത്ത് പറയുന്നത് 1917 നടന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. റഷ്യൻ വിപ്ലവത്തിലെ ഒരു പ്രധാന നേതാവാണ് ലെനിൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയായ സമാഹൃത കൃതികളിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിൻ്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർ കൊള്ള ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ പട്ടിണി കിടക്കുന്നതും വാത്തിൻ്റെ കാൽ ഭക്ഷിക്കുന്നതും റൊട്ടിക്ക് പകരം ചൊളിക്കട്ടകൾ ഭക്ഷിക്കുന്നതും അജീർണം ബാധിച്ച് പ്രാണവേദന കൊണ്ട് മരിക്കുന്നതും. അതേസമയം നിക്കോളാസ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും മുതലാളിമാരും ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ്. റഷ്യയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന സർ ചക്രവർത്തി ഭരണം അവസാനിപ്പിച്ച് സോവിയറ്റ് യൂണിയന് രൂപം നൽകിയത് ലെനിനാണ്. റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളാണ് സർ ചക്രവർത്തിമാർ. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും മാത്രമല്ല, ആരെയും നാടുകടത്തുന്നതിനും തടങ്കലിലിടുന്നതിനും ചക്രവർത്തിക്ക് അധികാരമുണ്ടായിരുന്നു. ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ജപ്പാനുമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായ ജനങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ നവീകരണത്തിനായി സർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗാപ്പോണിൻ്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു. പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർക്കുകയും 100-ലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1905 ജനുവരി 22 സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. ഇത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യയിലെ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് ഡൂമ എന്നാണ്. ജനരോക്ഷത്തെ തുടർന്ന് ഡൂമ എന്ന പാർലമെൻറ്റ് രൂപീകരിക്കാൻ ചക്രവർത്തി സമ്മതിച്ചു. എന്നാൽ ഡൂമയിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. റഷ്യൻ സമൂഹത്തിൽ 2 ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളും പ്രഭുക്കളും മുതലാളിമാരടങ്ങുന്ന സമ്പന്ന വിഭാഗവും. സാധാരണ ജനങ്ങളായിരുന്ന കർഷകരെയും തൊഴിലാളികളെയും ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം. തൊഴിലാളികളെ പോലെ തന്നെ കർഷകരുടെയും അവസ്ഥ ദയനീയമായിരുന്നു. അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർഷകർ സാമൂഹികമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെട്ടിരുന്നു. കൃഷിഭൂമിയിൽ അധികവും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നത്. കർഷകർ നൽകേണ്ട നികുതി വളരെ കൂടുതലായിരുന്നു. വിദേശ മുതലാളിമാരുടെ ആധിപത്യവും ചൂഷണവും കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിന് കാരണമായി. ഇത് അവരിൽ രാഷ്ട്രീയബോധം വളരുന്നതിനിടയാക്കി. ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമാകുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അതിലെ 2 വിഭാഗങ്ങളാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ഇതിൽ ബോൾഷെവിക്കുകളുടെ പ്രധാന നേതാവ് ലെനിനും മെൻഷെവിക്കുകളുടെ പ്രധാന നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയുമാണ്. റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാന സാഹിത്യകാരന്മാരാണ് ലിയോ ടോൾസ്റ്റോയ്, തുർഗനെവ്, മാക്സിം ഗോർക്കി മുതലായവർ. ഇവർ സാധാരണ ജനതയുടെ ശോചനീയാവസ്ഥയെ ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചു. എന്നാൽ വിപ്ലവം സൃഷ്ടിച്ചതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏംഗൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ രചയിതാക്കൾ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ്. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം. ഇതിൻ്റെ ഉപജ്ഞാതാക്കളാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രപ്രകാരം മനുഷ്യജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നത് സമൂഹത്തിലെ ഉൽപ്പാദന രീതിയാണ്. തൊഴിലാളികളാണ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമെന്നും അതിനാൽ തൊഴിലാളികളുടെ ആധിപത്യത്തിനായി നിലകൊള്ളണമെന്നുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. 1ാം ലോക യുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തത് റഷ്യയെ വളരെ മോശമായാണ് ബാധിച്ചത്. ആയുധങ്ങളുടെ കുറവും പരിശീലനത്തിൻ്റെ അഭാവവും മൂലം ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ഇത് സാർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നതിനിടയാക്കി. ഈ സമയത്ത് റഷ്യയിലുണ്ടായ ഭക്ഷ്യദൗർലഭ്യം പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. 1917 മാർച്ച് 8-നാണ് ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി സ്ത്രീ തൊഴിലാളികൾ പെട്രോഗ്രാഡിൽ പണിമുടക്കും മാർച്ചും നടത്തിയത്.
ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു. സർ നിക്കോളാസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. അതേപോലെ നിക്കോളാസ് രണ്ടാമനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് 1917 മാർച്ച് 15 സ്ത്രീ തൊഴിലാളികൾ പെട്രോഗാഡിൽ സമരം നടത്തിയത് 1917 മാർച്ച് 8. മുദ്രാവാക്യം ഏകാധിപത്യം നശിക്കട്ടെ. തൊഴിലാളി വർഗം സർവാധിപത്യത്തിലേക്ക്. റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ബോൾഷെവിക് നേതാവായ ലെനിനാണ്. താൽക്കാലിക ഗവൺമെൻറ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ലെന്നും അതിനാൽ സോവിയറ്റുകളുടെ ഗവൺമെൻറ് വരണമെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പങ്കുവച്ച ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികാരം തൊഴിലാളി കൗൺസിലുകൾക്ക്, ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും. ലെനിൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് അധികാരം തൊഴിലാളി കൗൺസിലുകൾക്ക്, സമാധാനം എല്ലാവർക്കും, ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് ചുവപ്പ് കാവൽ സേന. ബോൾഷെവിക് സംഘങ്ങൾ തപാൽ, ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗാഡിലെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ ശൈത്യകാല രാജധാനിയും കൈവശപ്പെടുത്തി. ഇതോടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് പുറത്തായി. ഈ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ലെനിൻ റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. റഷ്യൻ കലണ്ടർ. അന്താരാഷ്ട്ര കലണ്ടറായ ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലായതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിലെ പ്രധാന നേതാവായ ലെനിനെക്കുറിച്ച് നോക്കാം. 1870 ലെനിൻ ജനിച്ചത്. സാമൂഹ്യ വ്യവസ്ഥയിൽ മൗലികമായ മാറ്റം രഹസ്യ സംഘടനകൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ലെന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് നേടാനാകൂ എന്നും അദ്ദേഹം ബോധ്യപ്പെട്ടു. ഈ കാഴ്ചപ്പാടാണ് റഷ്യയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി തീർത്തത്. ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് രൂപീകൃതമായ വിപ്ലവ ഭരണകൂടത്തിനും നേതൃത്വം നൽകിയത് ലെനിനാണ്. ഏപ്പിൾ തിസിസ്. ബോൾഷെവിക് പാർട്ടിയുടെയും സോവിയറ്റുകളുടെയും യോഗത്തിൽ ലെനിൻ അവതരിപ്പിച്ചതാണിത്. ഇതിൽ പറയുന്നത് ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് മാറുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളൊക്കെയാണ് ഇതിൽ പറയുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. റഷ്യയിൽ നിലവിൽ വന്ന ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. എല്ലാ സ്വകാര്യ ഭൂമിയും കണ്ടുകെട്ടി അവ കർഷകർക്ക് വിതരണം ചെയ്തു. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിന്മാറി. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകൾ ദേശസാൽക്കരിച്ചു. ഫാക്ടറികളുടെ നിയന്ത്രണം സോവിയറ്റുകളുടെ അല്ലെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. മാറുന്ന സാമ്പത്തിക നയം. സാമ്പത്തിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ നടപടികൾ ലെനിൻ സ്വീകരിച്ചു. അതിലൊന്നാണ് 1921 ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം. സ്വകാര്യ വാണിജ്യം, കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽമുടക്കിലേക്കുള്ള ഭാഗികമായ തിരിച്ചുപോക്കായിരുന്നു പുത്തൻ സാമ്പത്തിക നയം. വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായി സംയോജിപ്പിച്ച് അതുപോലെ സഹകരണ മേഖലയ്ക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകി. മുതലാളിത്തത്തിൻ്റെ പുനരുജ്ജീവനം ഉണ്ടാകാതിരിക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതോടെയാണ് റഷ്യ ലോകത്തിലെ വൻ ശക്തിയായി വളർന്നത്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് 1949 ഒക്ടോബർ 1 നടന്ന ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് എം.എൻ. റോയിയുടെ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ചൈന എന്ന ബുക്കിലെ കുറച്ച് വരികളാണ്. ഇതിൽ പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ ചൈനയിലേക്കുള്ള യൂറോപ്യരുടെ ആഗമനവും പ്രത്യാഘാതങ്ങളുമാണ്. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിൻ്റെയും വേദന പൂണ്ട ചരിത്രത്തിനു ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിൻ്റെയും സാമൂഹിക അടിസ്ഥാനത്തിൻ്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്വത്തിൻ്റെയും വിദേശ മൂലധനത്തിൻ്റെയും രംഗപ്രവേശനമായിരുന്നു അത്. ചൈനീസ് വിപ്ലവം തുടങ്ങുന്നത് കറുപ്പ് യുദ്ധത്തിലൂടെയാണ്. ഇതിൻ്റെ തുടക്കം
യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ വന്ന് വൻതോതിൽ കറുപ്പ് വ്യാപാരം നടത്തിയിരുന്നു. ഈ ലഹരി പദാർത്ഥമായ കറുപ്പിൻ്റെ ഉപയോഗം വളരെ പെട്ടെന്ന് ചൈനയിൽ വ്യാപകമായത് ചൈനയിലെ ജനതയുടെ ആരോഗ്യത്തെയും രാജ്യത്തിൻ്റെ സമ്പത്തിനെയും ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിലുണ്ടായ യുദ്ധമാണ് കറുപ്പ് യുദ്ധം. ഈ യുദ്ധത്തിൽ ചൈന പരാജയപ്പെടുകയും തുടർന്നുണ്ടായ നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാന തുറമുഖങ്ങളായ കാന്റൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായി തുറന്നുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ കറുപ്പ് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് യൂറോപ്യൻസ് ചൈനയിൽ വന്ന് വൻതോതിൽ കറുപ്പ് വ്യാപാരം നടത്തിയതിലൂടെ ചൈനീസ് ജനതയ്ക്കുണ്ടായ വൻ നാശനഷ്ടത്തെ തുടർന്നാണ് കറുപ്പ് യുദ്ധം ഉണ്ടായത്. വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തെ തുടർന്ന് ചൈനയിൽ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയാണ് ബോക്സർമാർ. ഇവരുടെ ചിഹ്നമാണ് ബോക്സർമാരുടെ മുഷ്ടി. യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ബോക്സർ ലഹള എന്നറിയപ്പെടുന്നത്. ബോക്സർ ലഹളയ്ക്ക് ശേഷം ചക്രവർത്തി ചൈനയിൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. അവയിലൊന്നാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെയും നിയമിച്ചു. ചൈനയിൽ ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമാണ്. ചക്രവർത്തിയുടെ ഈ പരിഷ്കാരങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു. ഇവർക്ക് നേതൃത്വം നൽകിയതാണ് ഡോക്ടർ സൺ യാറ്റ് സെൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന 3 ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് കുമിന്താങ് പാർട്ടി. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിന് രൂപം നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് സൺ യാറ്റ് സെൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് പകരം വന്ന ആളാണ് യുവാൻ ഷി കെയ്. 1916 ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് വീണ്ടും സൺ യാറ്റ് സെൻ തന്നെ അധികാരത്തിലേറും. ചൈനീസ് വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ സൺ യാറ്റ് സെൻ. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ സൺ യാറ്റ് സെൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി. ഒരു സാമൂഹിക പരിഷ്കർത്താവാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ചൈനയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായി ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് കുമിന്താങ് പാർട്ടിയായി മാറിയത്. അപ്പോൾ കുമിന്താങ് പാർട്ടിയുടെ ആദ്യകാല നാമം ചൈന പുനരുജ്ജീവന സംഘം എന്നായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ 3 ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ജനകീയ ചൈന. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ചൈനയിലും പ്രചരിക്കാൻ തുടങ്ങിയതോടെ കർഷകർക്കും തൊഴിലാളികൾക്കും ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാനായി 1921 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിന്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൺ യാറ്റ് സെൻ 1925 മരണപ്പെടുന്നത്. സൺ യാറ്റ് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ചിയാങ് കൈഷക്കാണ്. കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപ്പാദനം, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നുകൊടുത്തു. തൽഫലമായി എല്ലാ മേഖലകളും വിദേശ ശക്തികൾ നിയന്ത്രിച്ചു. ഇതിലൂടെ വൻതുക ചൈനയിൽ നിന്ന് കൈവശപ്പെടുത്തി. ഈ നയങ്ങളെ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. ഈ ചുവപ്പ് സേനയുടെ ലീഡറാണ് മാവോ സേതുങ്. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സേതുങ് തൻ്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ലോങ് മാർച്ച് നടന്നത് 1934. അതിൻ്റെ ലീഡറാണ് മാവോ സേതുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനായ മാവോ സേതുങ് 1893 ഡിസംബർ 26 മാവോ ഇച്ചാങ്ങിൻ്റെയും പെൻ ക്വി മേയുടെയും മകനായി ഷാവോഷെനിൽ ജനിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. സാക്ഷരത, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻനിരയിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ലോങ് മാർച്ച് കടന്നുപോയ വഴികൾ. 1934 ഒക്ടോബറിലാണ് ലോങ് മാർച്ച് ആരംഭിക്കുന്നത് ഷെൻസിയിൽ നിന്നും. അത് 370 ദിവസം പിന്നിട്ട് 1935 ഒക്ടോബറിൽ കിയാങ്സിയിലാണ് ലോങ് മാർച്ച് അവസാനിക്കുന്നത്. 1,00,000 പേരുമായി കാൽനടയാത്ര ആരംഭിച്ചതിൽ 8,000 മൈൽ പിന്നിട്ടതിനു ശേഷം വെറും 8,000 പേർ മാത്രമാണ് കഠിനമായ യാത്ര അതിജീവിച്ചത്. 11 പ്രവിശ്യകളിലൂടെ കടന്നുപോയ ലോങ് മാർച്ച് മുഴുവൻ പ്രദേശങ്ങളിലെ പ്രഭുക്കന്മാരിൽ നിന്നും കൃഷിയിടങ്ങൾ മോചിപ്പിച്ച് കർഷകർക്ക് നൽകി.
1949 ഏപ്രിൽ 21 കുമിന്താങ് ഗവൺമെൻറ്റിൻ്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. തുടർന്ന് ഒക്ടോബർ 1 മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ചൈന ജനകീയ റിപ്പബ്ലിക്കായത് 1949 ഒക്ടോബർ 1 മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവയാണ് മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൈനീസ് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈന ജനകീയ റിപ്പബ്ലിക്കായി. കൃഷിഭൂമി കർഷകർക്ക് ലഭിച്ചു. ചൈനയിലെ വിദേശാധിപത്യം അവസാനിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകുന്നതിന് കാരണമായി. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾക്കെതിരെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചാണ്. ഈ വിപ്ലവങ്ങളിലെ ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ വളർന്നു. വിപ്ലവ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന ആശയങ്ങളും ചിന്താധാരകളും ആധുനിക ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. നമുക്കിനി റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നിവയുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ചൈനീസ് വിപ്ലവം. ചൈന റിപ്പബ്ലിക്കായതെന്നാണ്? 1949 ഒക്ടോബർ 1. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? റഷ്യൻ വിപ്ലവത്തിലെ 2 പ്രധാന പാർട്ടികളാണ് ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും. ഇതിൽ ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ലെനിനും മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് അലക്സാണ്ടർ കെറിൻസ്കിയും ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ എന്നാണ്. ഇതിൽ കുമിന്താങ് പാർട്ടി വരുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. കുമിന്താങ് പാർട്ടിയുടെ ഫൗണ്ടർ ആരായിരുന്നു? സൺ യാറ്റ് സെൻ. മൂന്നാമത്തെ ഓപ്ഷനായ ഫലാങ് പാർട്ടി എന്നത് 1936-1939 കാലത്ത് സ്പാനിഷ് സിവിൽ വാർ സമയത്ത് ഫ്രാങ്കോ രൂപപ്പെടുത്തിയ പാർട്ടിയാണ് ഫലാങ് പാർട്ടി. ഇതിലെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത്? ആൻസർ 1917. അടുത്ത ക്വസ്റ്റ്യൻ. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 1949 ഒക്ടോബർ 1. അടുത്ത ക്വസ്റ്റ്യൻ. മാവോ സേതൂങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ആദ്യത്തെ പോയിന്റ്, 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു. ആദ്യത്തെ പോയിന്റ് തന്നെ തെറ്റാണ്. 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവ് സൺ യാറ്റ് സെൻ ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അത് ശരിയാണ്. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. ശരിയാണ്. 1934 ലോങ് മാർച്ചിൽ നടത്തിയത് മാവോ സേതൂങ് ആണ്. ലാസ്റ്റ് പോയിന്റ്, 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ആ പോയിന്റും ശരിയാണ്. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ആൻസർ നാങ്കിങ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ. സൺ യാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ആൻസർ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാറ്റ് സെന്നിൻ്റെ പ്രധാന 3 തത്വങ്ങൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് നാളെ രാവിലെ 7 മണിക്ക് സ്റ്റഡി സ്ക്വാഡ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.